സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം മമ്മൂക്കയെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മമ്മൂക്ക പറയുന്ന കുറച്ച് കാര്യങ്ങൾ. മതമാണോ മനുഷ്യനാണോ ഏറ്റവും വലുത്? അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ ഈ പറയുന്ന ആളുകൾ സംഘീപുത്രന്മാരൊക്കെ കാണിച്ചു കൂട്ടുന്ന പരിപാടികളെയൊക്കെ പറ്റി മമ്മൂക്ക പറഞ്ഞ കാര്യത്തെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്തതാണ്. അതോടൊപ്പം തന്നെ മമ്മൂക്കയുടെ മരണം കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അങ്ങ് തീരണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ചില ആളുകളുടെ വൃത്തികെട്ട സംസ്കാരവും സംസാരവും അവരുടെ രീതികളും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നതും ഇതേ ഒരു കാര്യത്തെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളെപ്പറ്റി പറയാനും മമ്മൂക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ അദ്ദേഹം ശ്രീനിവാസനെ പറ്റി 5 വർഷങ്ങൾക്ക് മുൻപൊരു പറഞ്ഞൊരു വീഡിയോ ഉണ്ട്. അത് ഇന്നാണ് ഞാൻ കാണാൻ ഇടയുണ്ടായത്. ആ ഒരു വീഡിയോ നിങ്ങളെയും കൂടി കാണിക്കണം എന്ന് മനസ്സിൽ തോന്നി. അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടൊരു പോസ്റ്റിൽ അതായത് ഡയലോഗ് ഇല്ലാത്തപ്പോഴും മമ്മൂട്ടിയിൽ കഥാപാത്രത്തെ കാണാം. അഭിനയമെന്ന് തോന്നിപ്പിക്കാത്ത വിനായകൻ എന്ന് സ്വാമി സന്ദീപാനന്ദഗിരി പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ റിപ്പോർട്ട് ചാനലിൽ കണ്ടത്. അതായത് മമ്മൂട്ടി എന്ന് പറയുന്നൊരു മനുഷ്യൻ വെറുതെ ഒന്ന് നോക്കിയാൽ തന്നെ അവിടെ അയാളുടെ ഉള്ളിൽ എന്തൊക്കെയോ ഇങ്ങനെ മിന്നി മറയുന്ന കാണാൻ സാധിക്കും. എന്തോ ഒരു മാജിക്ക് പോലെ. എന്തോ ഒരുപാട് കാര്യങ്ങൾ, അത് കഥാപാത്രമായിക്കോട്ടെ, അയാളുടെ ലൈഫ് ആയിക്കോട്ടെ, എല്ലാം ആയിക്കോട്ടെ, നമുക്ക് ആ ഒരു കഥാപാത്രത്തിലേക്ക് മമ്മൂക്ക കയറി കഴിഞ്ഞാൽ നമുക്ക് ആ സിനിമയിൽ ഉടനീളം മമ്മൂക്കയുടെ ഒരു ചെറിയ നോട്ടം പോലും, മമ്മൂക്കയുടെ ചെറിയ ഒരു മാനറിസം പോലും എല്ലാം ആ ഒരു കഥാപാത്രത്തിനെ നമുക്ക് വിളിച്ചോതുന്ന, അല്ല ആ ഒരു കഥാപാത്രത്തിൻ്റെ കാര്യങ്ങളെപ്പറ്റി മാത്രം നമുക്ക് തോന്നുന്ന രീതിയിലുള്ളതാണെന്നാണ് സന്ദീപാനന്ദഗിരി പറയുന്നത്. അത് അദ്ദേഹം പറയേണ്ട ആവശ്യകതയൊന്നുമില്ല, നമുക്കല്ലാതെ തന്നെ അറിയാം മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ അഭിനയ വൈഭവവും അഭിനയത്തിനോടുള്ള അഭിനിവേശവും ഒക്കെ എത്രത്തോളമാണെന്നുള്ളത് നമുക്ക് നല്ല രീതിയിൽ അറിയാം. അപ്പോൾ മമ്മൂക്ക വെറുതെ ഒന്ന് നടന്നു പോയാൽ തന്നെ അതിലൊക്കെ മമ്മൂക്കയുടെ ഒരു കഥാപാത്രം ഉണ്ടായിരിക്കും. നമുക്കറിയാം കളങ്കാവൽ എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ ഇറങ്ങി വൻ വിജയമായിട്ട്, ഒരു അഴിഞ്ഞാട്ടമായിട്ട്, 74 വയസ്സുകാരൻ്റെ അഴിഞ്ഞാട്ടമായിട്ട്, ഒരു തേരോട്ടമായിട്ട് ആ പടം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പടം അങ്ങനെ പോകുമ്പോൾ അതിലെ ഈ പറയുന്ന സഹനടിമാരുണ്ട്, അതായത് ഈ വില്ലൻ മമ്മൂക്ക സ്നേഹിച്ച് കൊന്നു കളയുന്ന നടിമാരുണ്ട്. ആ നടിമാർ പറഞ്ഞതുപോലും മമ്മൂക്ക എന്ന് പറയുന്നൊരു മനുഷ്യൻ അടുത്തേക്ക് വരുമ്പോൾ തന്നെ ഞങ്ങൾക്ക് പേടിയായിരുന്നു. കാരണം അദ്ദേഹം ഒരു ആ കഥാപാത്രത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ആക്ഷനും കട്ടിനും ഇടയിൽ മാത്രമുള്ളൊരു മാജിക്കും നമ്മൾ പലപ്പോഴും പലരെയും പറ്റി പറഞ്ഞിട്ടുണ്ട്. മോഹൻലാലിനെ പറ്റി, മമ്മൂക്കയെ പറ്റിയും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സംഭവത്തിൽ, അല്ലെ കളങ്കാവൽ എന്ന് പറയുന്ന സിനിമയിൽ ആക്ഷൻ കട്ട് പറയേണ്ട ആവശ്യകതയില്ല. മമ്മൂട്ടി എന്ന് പറയുന്നൊരു മനുഷ്യൻ ആ ഒരു സിനിമയിലെ കഥാപാത്രമായിട്ട് തന്നെ അങ്ങ് ജീവിക്കുകയായിരുന്നു. എത്ര ദിവസം, ഇപ്പം 50 ദിവസം ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ ആ 50 ദിവസവും മമ്മൂക്ക ആ ഒരു കലാകാരനല്ല, ആ ഒരു കഥാപാത്രമായിട്ടാണ് ജീവിച്ചത്. വൈകുന്നേരം ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പരിപാടി കഴിഞ്ഞ് അദ്ദേഹം പിന്നീട് വീണ്ടും പഴയ പോലെ ആവും. പക്ഷേ ഒരു സിനിമയിലേക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ആ ഒരു കഥാപാത്രം മാത്രമായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു മിറക്കിൾ, അല്ലെങ്കിൽ ഒരു മാജിക്ക്, അങ്ങനെയുള്ളൊരു പ്രത്യേക തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മമ്മൂക്കയിൽ കാണുന്നത്. മറ്റുള്ള നടന്മാരിൽ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് എടുത്തു പറയാനായിട്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു കലാകാരൻ, ആ ഒരു കലാകാരൻ കൈവച്ചതെല്ലാം ഇന്നും എന്നും പൊന്നായിട്ടേ ഉള്ളൂ. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെയായിരിക്കും. അതൊക്കെ കാണുമ്പോൾ കുരു പൊട്ടുന്നവരും അതൊക്കെ കാണുമ്പോൾ വിഷമം തോന്നുന്നവരുമാണ് മമ്മൂട്ടി മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം മമ്മൂക്ക പറഞ്ഞൊരു കാര്യമുണ്ട്, മനുഷ്യത്വമാണ് ഏറ്റവും വലിയ മതം, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റേത് മതവും. മതത്തിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, മതം ഒരു സൈഡിൽ കൂടെ പൊക്കോട്ടെ, നമുക്ക് അതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഉദ്ധരിക്കാൻ പറ്റില്ല. പക്ഷേ മനുഷ്യനെ നമുക്ക് മാറ്റാൻ പറ്റില്ലേ? മനുഷ്യൻ്റെ ഉള്ളിലുള്ള ദൈവികമായിട്ടുള്ള ചിന്താഗതികളും ദൈവികമായിട്ടുള്ള പ്രവൃത്തികളും അത് മാത്രം എപ്പോഴും ചെയ്താൽ മതി. മതത്തിനെ അതിൻ്റെ വഴിക്കേ വിട്ടേക്കുക എന്നാണ് മമ്മൂക്ക പറഞ്ഞത്. മതത്തിൽ ഞാൻ അധികം വിശ്വസിക്കുന്ന ഒരാളല്ല. മതമെന്ന് പറയുന്നത് കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോടും എനിക്ക് അത്ര താല്പര്യമൊന്നുമില്ല, എന്നാൽ വിരോധവുമില്ല എന്നുള്ള രീതിയിൽ മമ്മൂക്ക പറയുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്നും അത് ആരെക്കുറിച്ചാണെന്നും അളന്നും തിട്ടപ്പെടുത്തിയുമൊക്കെ, അളന്നും കുറിച്ചുമൊക്കെയാണ് മമ്മൂക്ക പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ നാട്ടിലുള്ള സംഘപരിവാർ അല്ലെങ്കിൽ ചാണകമിത്രങ്ങളാണ് ഏറ്റവും കൂടുതൽ മതത്തിൻ്റെ പേരിൽ മറ്റുള്ള ആളുകളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത്. അതോടൊപ്പം മമ്മൂട്ടി എന്ന് പറയുന്നൊരു മനുഷ്യനെ തകർക്കാൻ ശ്രമിച്ചതും അവർ തന്നെയാണ്. ആ കൂട്ടത്തിൽ ക്രിസംഖികളും പെടും കേട്ടോ. അപ്പോൾ അങ്ങനെ സംഘിക്കുട്ടന്മാരുടെ ഈഗോ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് മമ്മൂട്ടിയുടെ വീട്ടിൽ ഹവാല ഇടപാടുകൾ നടന്നു. ഭൂട്ടാനിൽ നിന്ന് വാഹനം കടത്തി, അവിടുത്തെ ആർമി ഉദ്യോഗസ്ഥനെ കൊന്നിട്ട് വാഹനം കടത്തി, അവരുടെ വാഹനം അനധികൃതമായിട്ട് കടത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിച്ചുകൊണ്ട് വന്നതും ഇതേ ക്രിസംഖികളുടെ ഉള്ളിലുള്ള ആ ഒരു ചേതവികാരമായിരുന്നു. എന്നിട്ട് എന്തായി? ആ ഒരു മനുഷ്യനെ അങ്ങ് തകർത്ത് കളയാൻ പറ്റിയോ? ഒന്നും പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ഒരു രോമത്തിൽ തൊടാൻ നിന്നോട് സാധിക്കത്തില്ല. നീയൊക്കെ ഈ ചാണകത്തിൽ കിടന്ന് മെഴുകുന്നത് പോലെയല്ല മമ്മൂക്കയുടെ മുൻപിൽ. മമ്മൂക്ക ആരോട് എന്ത് പറഞ്ഞാലും അതെങ്ങനെ പറയണമെന്നും അത് എവിടെ പറയണമെന്നും അതിന് അനുയോജ്യമായ സന്ദർഭം ഏതാണെന്നും എല്ലാം മനസ്സിലാക്കി അളന്നും കുറിച്ചുമേ പറയാറുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യനെ പറ്റിയാണ് നീയൊക്കെ പറയാനും കളിക്കാനും നിന്നത്. അതെന്തായാലും അടപടലം തേഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മമ്മൂട്ടിക്കെതിരെ കളിക്കാനും പറയാനും വന്ന ആളുകൾക്ക് ഇപ്പോൾ ഒന്നും പറയാനില്ല. കാരണം മമ്മൂട്ടി എന്ന് പറയുന്നൊരു മനുഷ്യൻ്റെ റേഞ്ച് അവന്മാർ ഇപ്പോഴാണ് മനസ്സിലാക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ എന്തായാലും മമ്മൂട്ടി എന്ന് പറയുന്നൊരു മനുഷ്യനെ അങ്ങ് തിന്നു കളയാമെന്ന് വിചാരിച്ചവന്മാരെല്ലാം
അടപടലം തേഞ്ഞൊട്ടി തിരികെ പോകുന്ന ഒരു കാഴ്ചയും കൂടെ നമ്മൾ കാണുന്നുണ്ട്. ഇനിയും ഇത് ഇവന്മാർ വിടുമെന്ന് തോന്നുന്നില്ല. ഇവന്മാർ വീണ്ടും വലിയ രീതിയിൽ തന്നെ ഈ പരിപാടിയായിട്ട് മുന്നോട്ട് വരും. അതിലൊരു സംശയവുമില്ല. നിസ്സംശയം പറയാൻ ഇവന്മാർ ഈ പരിപാടി ഇനിയും കണ്ടിന്യൂ ചെയ്യും. എന്നാലും മമ്മൂട്ടി എന്ന് പറയുന്നൊരു മനുഷ്യൻ്റെ തട്ട് അതെന്നും താണു തന്നെ ഇരിക്കും. നമുക്ക് ശ്രീനിവാസനെ പറ്റി മമ്മൂക്ക പറയുന്ന ഒരു വീഡിയോ എന്തായാലും കണ്ടു നോക്കാം. ശ്രീനിവാസനെ എനിക്ക് പേടിയായിരുന്നു, മനസ്സ് തുറന്ന് മെഗാസ്റ്റാർ മമ്മൂട്ടി. ഒരു 5 വർഷങ്ങൾക്ക് മുൻപ് വന്നിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് പോവാം. അതിൽ എന്നെ ക്ഷണിച്ചിരിക്കുന്നത് ശ്രീനിവാസനെ ആദരിക്കുന്നത്. ഞാൻ കുറെ കാലമായിട്ട് ആഗ്രഹിക്കുന്നതാണ് ശ്രീനിവാസനെ ഒന്ന് ആദരിക്കുന്നത്. ശ്രീനിവാസനെ ആദരിക്കാൻ എന്നെ വിളിച്ചതിൽ എനിക്ക് അതേ സന്തോഷമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കുറെ കാലമായിട്ട് ഇയാളെ ഒന്ന് ശരിക്കും ആദരിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരിക്കുകയാണ്. ഞങ്ങളിവരും തമ്മിൽ ഒരു പക്ഷേ ഒരു വ്യക്തിബന്ധമുണ്ട്. വളരെ ഞങ്ങളുടെ സിനിമാ ജീവിതത്തോളം പഴക്കമുള്ള വ്യക്തിബന്ധം. നിങ്ങൾ കഥ പറയുമ്പോൾ സിനിമയിൽ കണ്ടതല്ല, അതിൻ്റെ വേറൊരു ഭാവം. ഞാൻ എന്നെ പുറത്തു വന്ന ആദ്യ സിനിമയിൽ എന്നെക്കാളും വലിയ വേഷം ചെയ്യുകയും എന്നെക്കാളും വലിയ താരമായിരുന്ന ആളാണ് ശ്രീനിവാസൻ. വിൽക്കാൻ്റെ സ്വപ്നങ്ങൾ എന്ന സിനിമയിൽ ഞാൻ അഭിനയിക്കാൻ വരുമ്പോൾ ശ്രീനിവാസൻ കുറച്ചു പേരെങ്കിലും അറിയുന്ന ഒരു നടനാണ്. അത് മാത്രമല്ല, എന്നെപ്പോലെ വെറുതെ അഭിനയ മോഹം മാത്രം കൈവശമുള്ള ഒരാളായിരുന്നില്ല. അഭിനയം ശാസ്ത്രീയമായി പഠിച്ച് സിനിമാഭിനയ രംഗത്തേക്ക് ഇറങ്ങിയ ആളായിരുന്നു ശ്രീനിവാസൻ. ഞങ്ങൾ തമ്മിൽ എനിക്ക് സിനിമയിൽ ആദ്യം വരുമ്പോൾ എല്ലാവരും പേടിയായിരുന്നു. അത് ശ്രീനിവാസൻ ഉൾപ്പെടെ. ശ്രീനിവാസൻ ശരിക്കും ഇപ്പോഴും ശരിക്കും പേടിയുണ്ട്. ഞാൻ വരുന്ന കാലത്ത് ശ്രീനിവാസൻ വളരെ ചൂണ്ടിക്കാറ് എന്നോട് മാത്രമായിരിക്കണം എന്ന് തോന്നുന്നു. അങ്ങനെ വളരെ നിസ്സാരമായ കാര്യത്തിന് എന്നെ ഞാനും അദ്ദേഹം തമ്മിൽ പിണങ്ങി ഇണങ്ങി. പിന്നെ വളരെ അടുത്ത സൗഹൃദ ബന്ധമായി. ആ സിനിമ കഴിഞ്ഞ് അദ്ദേഹം പിരിയുമ്പോൾ ഞാൻ ഒരുപക്ഷെ അദ്ദേഹത്തിന് അത്ഭുതപ്പെടുത്തുന്ന എന്നൊരു ഓർമ്മ ഞാൻ അദ്ദേഹവുമായി പങ്കുവയ്ക്കുന്നുണ്ടായി. ഞാൻ പഠിക്കുന്ന കാലത്ത് അന്ന് റേഡിയോ നാടകങ്ങൾ മദ്രാശിയിൽ നിന്ന് കൂടി ക്രിസ്ത്യൻ ആർട്സിൻ്റെ സിലോൺ റേഡിയോയിലൊരു റേഡിയോ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നൊരു കാലമുണ്ടായിരുന്നു. അന്ന് പ്രക്ഷേപണം ചെയ്ത ഒരു നാടകത്തിൽ ഇതുപോലെ മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നടീനടന്മാരും മദ്രാശിയിലെ മറ്റു കലാകാരന്മാരും അഭിനയിച്ച നാടകം പ്രക്ഷേപണം ചെയ്തു. അന്ന് ശ്രീനിവാസന്റെ ശബ്ദം മാത്രമേ ഞാൻ കേട്ടുള്ളൂ. ഞാനത് ഈ ശ്രീനിവാസനാണെന്ന് അദ്ദേഹത്തോട് ആയിരുന്നില്ലെങ്കിൽ അദ്ദേഹം ചോദ്യത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. പക്ഷേ ആ നാടകം കേട്ട് അദ്ദേഹത്തിനോട് ആ സംഭവം ചോദിച്ചവർ ആരും ഉണ്ടായിരിക്കില്ല അന്ന്. അപ്പോൾ ഇത് അറിഞ്ഞോ അറിയാതെയോ വന്നൊരു ആത്മബന്ധം. അത് കഴിഞ്ഞ് അദ്ദേഹം തിരക്കഥാകൃത്തും നടനും സംവിധായകനും ഒക്കെയായി അറിയപ്പെടുന്ന കേരളത്തിലൊരു സാംസ്കാരിക രംഗത്ത് ശ്രീനിവാസന്റെ വാക്കുകൾക്ക് പ്രാധാന്യമുള്ള കാലം. അത്രത്തോളം ശ്രീനിവാസൻ ഉയർന്നു. ഞാൻ ഉയരാതിരുന്നില്ല എന്ന് ഞാൻ പറയുന്നത്. സ്വന്തം അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ, സ്വന്തം കാഴ്ചപ്പാടുകളും സ്വന്തം നിലപാടുകളും നിലനിർത്തിക്കൊണ്ട് തന്നെ താൻ പ്രവർത്തിക്കുന്ന രംഗത്ത് വളരെ ധൈര്യപൂർവ്വം നീങ്ങാനും ശ്രീനിവാസനുള്ള മിടുക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. വളരെ കാര്യകാരണ സഹിതമാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അദ്ദേഹം പ്രകടിപ്പിക്കുന്നതും സ്ഥാപിക്കുന്നത്. വളരെ ലോജിക്കലായിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ തിരക്കഥകളിൽ ശ്രദ്ധിച്ചാലറിയാം. കണ്ടില്ലേ ഈ വീഡിയോയിൽ മമ്മൂക്ക പറയുന്ന കാര്യങ്ങൾ ആ ഒരു ഗാംഭീര്യത്തിൽ കേൾക്കുമ്പോൾ, അല്ലെ മമ്മൂക്കയുടെ ശബ്ദത്തിൽ കേൾക്കുമ്പോൾ എല്ലാ ആളുകൾക്കും അത് ഒരുപാട് താല്പര്യം, ഒരുപാട് ഇഷ്ടമായെന്ന് എനിക്ക് മനസ്സിലാവുന്നു. കാരണം ഒരുപാട് കമൻറ്റുകളാണ് അതിൽ വന്നിരിക്കുന്നത്. അദ്ദേഹം നല്ലൊരു നടനും സംവിധായകനും ഒക്കെയാണ്. അതിനേക്കാൾ ഉപരി നല്ലൊരു മനുഷ്യനാണ്, ഒരു മനുഷ്യജീവിയാണ്. മനസ്സിൽ കള്ളമില്ലാതെ ജീവിതത്തിൽ അഭിനയിക്കാൻ അറിയാത്തൊരു മനുഷ്യനായിരുന്നു നമ്മുടെ ഈ ശ്രീനിവാസൻ. ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർക്ക് വേണ്ടുന്ന അനുമതിയും അവർക്ക് വേണ്ടുന്ന അധികാരങ്ങളും അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന ഈ പറയുന്ന ആദരവും ഒക്കെ കൊടുക്കുക എന്ന് പറയുന്നത് ദൈവീകമായിട്ടുള്ള ചിന്താഗതിയാണ്. അത്തരം ദൈവീകമായിട്ടുള്ള ചിന്താഗതിയും ദൈവീകമായിട്ടുള്ള പ്രവൃത്തികളും ഒക്കെയാണ് നമ്മുടെ എല്ലാവരുടെയും വലിയേട്ടനായിട്ടുള്ള മമ്മൂട്ടിയുടെ ഭാഗത്ത് നിന്ന് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതൊരു 5 വർഷങ്ങൾക്ക് മുൻപ് ഇറങ്ങിയ ഒരു വീഡിയോ ആണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ മമ്മൂക്ക അന്നേ നമ്മുടെ ശ്രീനിവാസൻ എന്ന് പറയുന്നൊരു മനുഷ്യനെ ചേർത്ത് പിടിക്കുന്നൊരു മനുഷ്യൻ തന്നെയായിരുന്നു. അല്ലെ ശ്രീനിവാസൻ എന്ന് പറയുന്ന മനുഷ്യന് താൻ വലിയൊരു താരരാജാവായിരുന്നിട്ട് കൂടിയും തനിക്ക് അദ്ദേഹത്തിനെ പേടിയായിരുന്നു എന്ന് പബ്ലിക്കിൽ വന്ന് പറയുമ്പോൾ അതിലുണ്ടാവാൻ പോകുന്ന മറ്റുള്ള വിഷയങ്ങളെപ്പറ്റി ഒന്നും അദ്ദേഹം ബോധേഡായിരുന്നില്ല. അദ്ദേഹം ഒരു പച്ചയായ മനുഷ്യനായതുകൊണ്ട് തന്നെ അദ്ദേഹം അതെല്ലാം വെട്ടി തുറന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ പല ആളുകളും പറയുന്നുണ്ട് മമ്മൂട്ടിക്ക് പ്രായമായി, ഇനിയിപ്പോൾ മമ്മൂട്ടി കുറേ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും, എല്ലാ ആളുകളെയും ഈ പറയുന്ന ആളുകളുടെ ഈ രംഗത്തേക്ക് കൊണ്ടുവരും. അതായത് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ സഹായിച്ച് എല്ലാ ആളുകളെയും രംഗത്തേക്ക് കൊണ്ടുവരും. കാരണം ഇനി അധികം കാലം മമ്മൂട്ടി ഇല്ല. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ടാണ് മമ്മൂട്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്ന ആളുകളുണ്ട്. അവരൊക്കെ ഇതൊന്ന് കാണണം. ഞാൻ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. 5 വർഷം മുൻപുള്ളൊരു വീഡിയോ ആയിട്ട് വന്നതിൻ്റെ കാരണം ഇത് തന്നെയാണ്. അപ്പോൾ അന്നേ മമ്മൂട്ടി ഈ രീതിയിൽ തന്നോടൊപ്പം നിന്നിട്ടുള്ള, തന്നെ ചേർത്ത് പിടിച്ചിട്ടുള്ള, തന്നോട് ഇഷ്ടമുണ്ടായിരുന്നിട്ടുള്ള, തനിക്കൊരു വാല്യൂ തന്നിട്ടുള്ള എല്ലാ ആളുകളെയും മമ്മൂട്ടി ചേർത്ത് പിടിച്ചിട്ടുണ്ട്. മമ്മൂട്ടിയെ കുറ്റം പറയുന്ന ആളുകളെയും മമ്മൂക്ക ചേർത്ത് പിടിക്കാറുണ്ട് കേട്ടോ. മമ്മൂക്ക അങ്ങനെ വേർതിരിവുള്ളൊരു വ്യക്തിയല്ല. ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട് മമ്മൂക്ക ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ, സെൽഫി എടുക്കണമെന്നുണ്ടെങ്കിൽ അത് ക്യാമറയും കൊണ്ട് വരണം. സെൽഫി അല്ല, നോർമലി ഫോട്ടോ എടുക്കണമെങ്കിൽ അത് ഹൈ ക്വാളിറ്റി ക്യാമറയും കൊണ്ട് ചെന്നാലേ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ധാർഷ്ട്യക്കാരനാണ് മമ്മൂട്ടി എന്നുള്ളതൊക്കെ. അതൊക്കെ എത്രത്തോളം സത്യമായിരുന്നു എന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലാവുന്നത്. കാരണം ഓരോന്നൊക്കെ ആളുകൾ ഇങ്ങനെ അങ്ങ് പടച്ചു വിടുകയാണ്. ഇങ്ങനെയാണ് മമ്മൂട്ടി,
ഇതാണ് മമ്മൂട്ടി എന്നുള്ള രീതിയിൽ. ഈ ഒരു വീഡിയോയിൽ മമ്മൂട്ടി പറയുന്നതും ശ്രീനിവാസനെ പേടിയായിരുന്നു എന്നാണ്. അതായത് ശ്രീനിവാസൻ എന്ന് പറഞ്ഞൊരു മനുഷ്യ ശാസ്ത്രീയമായിട്ട് സിനിമ എങ്ങനെ എടുക്കണം, എന്താണ് സിനിമ എന്ന് പഠിച്ചിട്ടാണ് സിനിമയിലേക്ക് വന്നത്. അല്ലാതെ ഒരു അഭിനയം എന്ന് പറയുന്നൊരു സാധനം, കല എന്ന് പറയുന്നൊരു സാധനം ഉള്ളിലുണ്ട്. എന്നിരുന്നാൽ തന്നെയും അതിനെപ്പറ്റി അഡീഷണലി എക്സ്ട്രാ ആയിട്ട് പഠിച്ചിട്ടാണ് അദ്ദേഹം സിനിമ ചെയ്യുന്നത്. മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ചാടിക്കയറി അഭിനയിച്ച് പോകുന്നതല്ല. അപ്പോൾ അങ്ങനെ പഠിച്ചിട്ട് വന്നൊരു ശ്രീനിവാസന് മോഹൻലാലിനെ മമ്മൂട്ടിയൊക്കെ കാണുമ്പോൾ ഒരു പുച്ഛം അല്ലെങ്കിൽ അവരോടൊക്കെ ഒരു വിമുഖത തോന്നിയിട്ടുണ്ടെന്ന് ശ്രീനിവാസൻ തന്നെ പണ്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പിന്നീട് അവരുടെയൊക്കെ അഭിനയം തന്നോടുള്ള ഒരു സ്നേഹമൊക്കെ കണ്ടപ്പോൾ അവരോട് സോഫ്റ്റ് കോർണർ തോന്നി ഈ മമ്മൂട്ടിയും മോഹൻലാലിനെ എല്ലാവരും ചേർത്ത് പിടിക്കുന്ന ശ്രീനിവാസനെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മനുഷ്യബന്ധങ്ങൾക്ക് അല്ലെ സ്നേഹബന്ധങ്ങൾക്കൊക്കെ വില കൊടുക്കുന്ന കുറച്ച് ആളുകളാണ് മമ്മൂട്ടി, ശ്രീനിവാസൻ, മോഹൻലാൽ, അങ്ങനെയുള്ള കുറേ അധികം നമ്മുടെ നടന്മാരുണ്ട്, താരരാജാക്കന്മാർ. ഇവരെയൊക്കെ ഒരുമാതിരി കരിവാരിത്തേക്കുന്ന, ഇവരെയൊക്കെ ഒരുമാതിരി വൃത്തികെട്ട രീതിയിൽ വരച്ച് കാണിക്കുന്ന രീതിയിലാണ് പല മാധ്യമങ്ങളും പല ആളുകളും ഒക്കെ വീഡിയോസ് ചെയ്യുന്നതും പല രീതിയിലുള്ള പ്രസ്താവനകൾ വരുന്നതും. മമ്മൂട്ടിയുടെ മരണം കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന മക്കളെ വെച്ച വെള്ളം നീയൊക്കെ അങ്ങ് വാങ്ങി വെക്കുക. നിൻ്റെയൊക്കെ പുതുതലമുറയിൽപ്പെട്ട അല്ലെ നിൻ്റെയൊക്കെ തലമുറയിൽപ്പെട്ട ആളുകൾ തീർന്നാലും മമ്മൂട്ടിയും മോഹൻലാലും ഒന്നും ഒരിക്കലും ഈ നാട്ടിൽ നിന്ന് പോവില്ല, അല്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ ഈ ഭൂമിയിൽ നിന്ന് പോവില്ല. ഇൻ കേസ് അവർക്ക് എന്തെങ്കിലും പറ്റി പോയിരുന്നാൽ തന്നെയും അവർ മലയാളികളുടെ ജീവിതത്തിൽ, മലയാളികളുടെ മനസ്സിൽ ജീവിക്കും. അവർക്കെതിരെ കുറ്റം പറയുന്നത് നീയൊക്കെ ആരുടെ മനസ്സിൽ ജീവിക്കും? ഒരിടത്തും ഇല്ല. എവിടെയെങ്കിലും കിടക്കുന്ന പട്ടി അത്ത് കിടക്കുന്ന പോലെ അവിടെ കിടക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മമ്മൂട്ടി എന്ന് പറയുന്നൊരു മനുഷ്യൻ്റെ ശ്രീനിവാസനോടുള്ള സ്നേഹം അന്നേ ഉള്ളൊരു വീഡിയോയിൽ അത് മമ്മൂട്ടി പറഞ്ഞതാണ്. ഇതുപോലെ തന്നെയാണ് മമ്മൂക്ക എല്ലാ നാളിലും എല്ലാ കാലത്തും സ്നേഹബന്ധങ്ങളെ എന്നും ഇടനെഞ്ചോട് തന്നെ ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു നല്ല മനുഷ്യൻ തന്നെയാണ് മമ്മൂട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്.